കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഒരു അടിപൊളി മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോവയ്ക്കയാണ് അതിന് വേണ്ടത്. കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പല രീതിയിലും ചെയ്യാം. നമുക്ക് ഇതേപോലെ ചെയ്താലാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യണേ. കൂടുതൽ ഓയിൽ അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് ഓയിൽ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഈ കോവയ്ക്ക പീസാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പഴുത്ത നിറത്തിൽ കാണുന്നതൊന്നും നന്നായിട്ട് മധുരിക്കണതൊന്നും അല്ല കേട്ടോ. ചെറിയൊരു പുളിപ്പുണ്ട്. ഇതൊക്കെ വഴന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ തോലെല്ലാം കുറച്ച് തിക്കായിരിക്കില്ലേ, അതൊക്കെ ഈ എണ്ണയിൽ കിടന്നങ്ങ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചോ അല്ലെങ്കിൽ കൈയോടെ ഇളക്കി വേണമെങ്കിലും നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കുന്നതും നല്ലതാണ് കേട്ടോ. എണ്ണ മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനൊരല്പം കൂടി ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ആയാലും നല്ല രുചിയാണ് കേട്ടോ. പാം ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരോ ടേസ്റ്റിന് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴന്നു. ഇതിലേക്ക് ഉപ്പ് ഈ സമയം തന്നെ നമുക്ക് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഈ വഴറ്റുന്ന ടൈമിൽ തന്നെ പിടിപ്പിച്ചെടുത്താൽ നല്ലൊരു രുചി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ അധിക സമയം കുക്ക് ചെയ്യണില്ല. ഈ എണ്ണയിൽ കിടന്ന് തന്നെ വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, കരിയാതെ. അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നു. എന്നാൽ കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ. എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കാണ് ഒന്ന് മൂടി വെച്ചിട്ടും കൂടിയാണിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇത്രയും അതിൻ്റെ തോലൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ട് വന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അത് ഈ എണ്ണയിൽ കിടന്നങ്ങ് പൊട്ടി അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഈ സമയം നമുക്ക് ഒരിത്തിരി അരി, ചോറ് വയ്ക്കുന്ന അരി തന്നെ ധാരാൽപ്പം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി പൊരിഞ്ഞ് വരുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് ചേർന്ന് വരുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചേർത്തത്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി, ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെന്നാണ്. കൂടുതൽ ചേർക്കണ്ട കേട്ടോ. അതിൻ്റെ ഫ്ലേവർ വരണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്താലും നല്ല രുചിയാണ്. ഞാനിപ്പം സവോളയാണ് ചേർത്തത് എളുപ്പത്തിന് വേണ്ടി. ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വഴന്നു. ഇനിയിപ്പോൾ അത് കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പിടിച്ച് സവോളയൊക്കെ ഒന്ന് വഴന്നു വന്നു. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ളതാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. പച്ചമുളകും ചേർത്തതാണല്ലോ. പിന്നെ ഒരല്പം മല്ലിപ്പൊടി, ഒന്നും കൂടി പോകണ്ട കേട്ടോ. ഒരല്പം ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മെഴുക്ക് പുരട്ടിയായി വരുമ്പോൾ ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് നേരത്തെ തന്നെ. കോവയ്ക്കയിൽ പാകത്തിനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഒരല്പം കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സിമ്മിലിട്ടിട്ട് ചെയ്യാൻ, പൊടി കരിയരുത്. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇത്രയും മതി കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട്
വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഈ മസാലപ്പൊടികളൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഒരു വെറൈറ്റി കോവയ്ക്ക മെഴുക്കുവരട്ടി. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.